ചില രാത്രികളിൽ ജനാലപ്പടിയിലൂടെ വെറുതെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ചുറ്റുമുള്ള നിശബ്ദതയേക്കാൾ വലിയൊരു ശൂന്യത നിങ്ങളുടെ ഉള്ളിലേക്ക് ഇരച്ചു കയറിയിട്ടുണ്ടോ? ഒരു മുറിക്കുള്ളിൽ അടച്ചിരിക്കുമ്പോൾ മാത്രമല്ല, ആയിരക്കണക്കിന് ആളുകൾക്കിടയിൽ നിൽക്കുമ്പോൾ പോലും നമ്മൾ പൂർണ്ണമായും ഒറ്റപ്പെട്ടുപോയതുപോലെ തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. ചുറ്റുമുള്ളവർ സംസാരിക്കുന്നുണ്ടാകാം, പൊട്ടിച്ചിരിക്കുന്നുണ്ടാകാം, നമ്മളെ നെഞ്ചോട് ചേർക്കുന്നുണ്ടാകാം. എങ്കിലും മനസ്സിന്റെ ഏതോ ഒരു കോണിൽ ആർക്കും തൊടാനാകാത്ത വല്ലാത്തൊരു ഏകാന്തത ബാക്കിയാകും. എന്തുകൊണ്ടാണ് ഇത്രയധികം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ടായിട്ടും, നമ്മളെ സ്നേഹിക്കാൻ ആളുകളുണ്ടായിട്ടും ചില നേരങ്ങളിൽ നമ്മൾ ഈ കഠിനമായ ഒറ്റപ്പെടലിലേക്ക് വീണുപോകുന്നത്? ഇവിടെയാണ് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്ന ആ വലിയ മനഃശാസ്ത്രപരമായ സത്യം ഒളിഞ്ഞിരിക്കുന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്നത് പുറത്തുള്ള ഒരു ആൾക്കൂട്ടത്തെയോ ശബ്ദങ്ങളെയോ അല്ല, മറിച്ച് നമ്മുടെ സ്വന്തം ഉള്ളിൽ എവിടെയോ നഷ്ടപ്പെട്ടുപോയ നമ്മുടെ തന്നെ ഒരു ഭാഗത്തെയാണ്. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയാത്തതാണ് പലരെയും അനാവശ്യമായ ബന്ധങ്ങളിലേക്കും അമിതമായ പ്രതീക്ഷകളിലേക്കും ഒടുവിൽ താങ്ങാനാകാത്ത മാനസിക തളർച്ചകളിലേക്കും നയിക്കുന്നത്. പണ്ട് പ്രശാന്തസുന്ദരമായ ഒരു ആശ്രമത്തിന്റെ പശ്ചാത്തലത്തിൽ ബുദ്ധൻ തന്റെ ശിഷ്യന്മാരുമായി സംവദിക്കുകയായിരുന്നു. സന്ധ്യാനേരത്തെ ആകാശം ചുവന്നു തൊടുത്ത ആ സമയത്ത് ഇലകളുടെ മർമ്മരവും ദൂരെ നിന്നുള്ള പക്ഷികളുടെ കളകൂജനങ്ങളും മാത്രമാണ് അവിടെയുണ്ടായിരുന്നത്. അപ്പോൾ ശിഷ്യന്മാരിലൊരാളായ ആനന്ദൻ കനത്ത വിഷാദത്തോടെ ബുദ്ധന്റെ അരികിലേക്ക് നടന്നു ചെന്നു. അവൻ ചോദിച്ചു, ഭഗവാൻ, ഞാൻ അങ്ങയുടെ കൂടെയുണ്ട്, നൂറുകണക്കിന് മറ്റു ഭിക്ഷുക്കളുടെ കൂടെയാണ് ജീവിക്കുന്നത്. എന്നിട്ടും എൻ്റെ ഉള്ളിൽ ഭാരമേറിയ ഒരു ഏകാന്തത എന്നെ നിരന്തരം വേട്ടയാടുകയാണ്. ആരോടും ഒന്നും സംസാരിക്കാൻ തോന്നാത്ത, എല്ലാവരിൽ നിന്നും എങ്ങോട്ടെങ്കിലും ഒളിച്ചോടാൻ തോന്നുന്ന ഈ അവസ്ഥ എന്തുകൊണ്ടാണ്? ആനന്ദന്റെ ചോദ്യം കേട്ട് ബുദ്ധൻ ശാന്തമായി പുഞ്ചിരിച്ചു. അദ്ദേഹം ആനന്ദന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പക്വതയോടെ പറഞ്ഞു, ആനന്ദ, നീ നിന്റെ ഏകാന്തതയെ ഒരു ശാപമായിട്ടാണ് കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അത് നിന്റെ ഉള്ളിലെ ജീവൻ നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്ന അപൂർവമായ നിമിഷമാണ്. ഒരു മനുഷ്യൻ എപ്പോഴൊക്കെ സ്വന്തം ആത്മാവിൽ നിന്ന് അകന്നുപോകുന്നുവോ അപ്പോഴൊക്കെ അവന്റെ മനസ്സ് ഈ ശൂന്യതയെ സ്വയം സൃഷ്ടിച്ചെടുക്കും. നീ പുറത്തുള്ള മനുഷ്യരിലും സാഹചര്യങ്ങളിലും നിന്റെ സമാധാനം തിരയുന്നതുവരെ ഈ ഏകാന്തത നിന്നെ നിഴൽ പോലെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കൂ. നമ്മൾ എന്തിനാണ് എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇത്രയധികം ആഗ്രഹിക്കുന്നത്? ആരെങ്കിലും നമ്മളെ മെസ്സേജ് അയക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്കായി അല്പം സമയം കണ്ടെത്താതിരിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് ഇത്രയധികം അസ്വസ്ഥരാകുന്നത്? കാരണം നമ്മൾ നമ്മുടെ സന്തോഷത്തിന്റെ താക്കോൽ മറ്റുള്ളവരുടെ കൈകളിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഒരു കൊച്ചുകുട്ടി ഇരുട്ടിനെ പേടിക്കുന്നത് പോലെയാണ് നമ്മൾ ഏകാന്തതയെ ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ ശൂന്യതയെ മറികടക്കാൻ നമ്മൾ സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകളോളം സമയം കളയുന്നു. യാതൊരു അർത്ഥവുമില്ലാത്ത സൗഹൃദങ്ങൾ വെറുതെ ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ ഒട്ടും മനസ്സിലാക്കാത്ത മനുഷ്യരുടെ പിന്നാലെ അലയുന്നു. എന്നാൽ ഇവയൊന്നും നമ്മുടെ ഉള്ളിലെ ആ യഥാർത്ഥ മുറിവിനെ ഉണക്കാൻ ഒട്ടും സഹായിക്കുന്നില്ല. താൽക്കാലികമായി നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ മാത്രമേ ഇവയ്ക്ക് സാധിക്കൂ. ആ കോലാഹലങ്ങളെല്ലാം ഒടുങ്ങുമ്പോൾ, ഫോൺ സ്ക്രീൻ ഓഫ് ചെയ്ത് നമ്മൾ തനിച്ചാകുമ്പോൾ, വീണ്ടും ആ പഴയ ഏകാന്തത ഇരട്ടി ശക്തിയോടെ നമ്മുടെ ഉള്ളിലേക്ക് തിരിച്ചുവരും. ഇത് നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു തരം മാനസികമായ കബളിപ്പിക്കലാണ്. യഥാർത്ഥത്തിൽ നമ്മളിൽ നിന്ന് തന്നെയാണ് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്. ബുദ്ധൻ ആനന്ദനോട് വീണ്ടും തുടർന്നു പറഞ്ഞു, ആനന്ദ, ഒരു പാത്രത്തിലെ വെള്ളം വല്ലാതെ കലങ്ങിമറിഞ്ഞു കിടക്കുകയാണെങ്കിൽ അതിൽ നിനക്ക് നിന്റെ സ്വന്തം മുഖം വ്യക്തമായി കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. മറ്റുള്ളവരുടെ ചിന്തകളും അവരുടെ പ്രതീക്ഷകളും വന്ന് നിറയുമ്പോൾ നിന്റെ മനസ്സ് കലങ്ങിപ്പോകും. അപ്പോൾ നിനക്ക് നിന്റെ യഥാർത്ഥ സ്വരൂപം ദർശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈ ഏകാന്തതയെ നീ ഒരു ശാപമായി കാണരുത്. മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കാനും നിന്റെ സ്വന്തം ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കാനും പ്രകൃതി നിനക്ക് നൽകിയ ഒരു വലിയ അവസരമാണിത്. ബുദ്ധന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മളും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ എപ്പോഴാണ് അവസാനമായി യാതൊരു ലക്ഷ്യവുമില്ലാതെ കയ്യിലുള്ള ഫോൺ പോലും മാറ്റിവെച്ച് നമ്മുടെ സ്വന്തം ശ്വാസത്തെ മാത്രം അറിഞ്ഞുകൊണ്ട് ഒരല്പസമയം ശാന്തമായി ഇരുന്നിട്ടുള്ളത്? എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം എന്ന ചിന്തയിലാണ് നമ്മൾ. ഒന്നുകിൽ ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, അല്ലെങ്കിൽ ജോലികൾ, അതുമല്ലെങ്കിൽ ഒടുങ്ങാത്ത വിനോദങ്ങൾ. മനസ്സിന് ഒരല്പം പോലും വിശ്രമം നൽകാൻ നമ്മൾ ഒട്ടും തയ്യാറാകുന്നില്ല. ഈ ഒരു നിരന്തരമായ ഓട്ടമാണ് യഥാർത്ഥത്തിൽ നമ്മളെ ഉള്ളിൽ നിന്ന് തീർത്തും ശൂന്യമാക്കി കളയുന്നത്. ചില മനുഷ്യർ പലപ്പോഴും സങ്കടത്തോടെ പറയുന്നത് കേൾക്കാം, ഞാൻ ജീവനേക്കാൾ അധികം മറ്റുള്ളവരെ സ്നേഹിച്ചു, പക്ഷെ എനിക്ക് പകരമായി കിട്ടിയത് വല്ലാത്ത വേദനകൾ മാത്രമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ മനഃപൂർവ്വം ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. മറ്റുള്ളവർ നമ്മളെ വഞ്ചിച്ചു എന്നതിനേക്കാൾ നമ്മൾ അവരിൽ നിന്ന് നമ്മുടെ പരിധിക്കപ്പുറം പ്രതീക്ഷിച്ചു എന്നതാണ് യഥാർത്ഥ വസ്തുത. അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ മറ്റൊരാളിലുള്ള അമിതമായ വൈകാരിക ആശ്രയത്വം എവിടെയൊക്കെ രൂപപ്പെടുന്നുവോ അവിടെയെല്ലാം വലിയ ദുഃഖവും ഒപ്പമുണ്ടാകും. നമ്മൾ ഒരാളെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആ വ്യക്തിയല്ല സ്നേഹിക്കുന്നത്, മറിച്ച് ആ വ്യക്തിയിലൂടെ നമ്മുടെ മനസ്സനുഭവിക്കുന്ന ഒരു തരം സുഖത്തെയാണ് നമ്മൾ പ്രണയിക്കുന്നത്. ആ സുഖം പെട്ടെന്ന് ഇല്ലാതാകുമ്പോൾ നമ്മൾ മാനസികമായി പൂർണ്ണമായും തകർന്നു പോകുന്നു. സത്യത്തിൽ ഇത് സ്നേഹമല്ല, നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന ഒരു വലിയ വഞ്ചനയാണ്.
കാരണം യഥാർത്ഥ സ്നേഹം എപ്പോഴും സ്വാതന്ത്ര്യം നൽകുന്നതാണ്. അത് ഒരിക്കലും ഒരു മനുഷ്യനെ ബന്ധനസ്ഥനാക്കില്ല, നിങ്ങളെ കഠിനമായ ഏകാന്തതയുടെ കയത്തിലേക്ക് തള്ളിയിടുകയുമില്ല. ഈ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ഉള്ളിൽ കടുത്ത മാനസിക ക്ഷീണം അനുഭവിക്കുന്നവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ജീവനായി കരുതിയവർ നിങ്ങളെ വേണ്ടത്ര മനസ്സിലാക്കാതെ പോയതുകൊണ്ടാകാം, അല്ലെങ്കിൽ ജീവനതുല്യം സ്നേഹിച്ചവർ നിങ്ങളെ പാതിവഴിയിൽ തനിച്ചാക്കി പോയതുകൊണ്ടാകാം. എന്നാൽ ഞാൻ വളരെ ഉറപ്പോടെ നിങ്ങളോട് പറയട്ടെ, ഈ നിമിഷമാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മൂല്യമേറിയ സമയം. കാരണം വലിയ തകർച്ചകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നുമാണ് പലപ്പോഴും കരുത്തുറ്റ യഥാർത്ഥ മനുഷ്യർ ജന്മമെടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ ഒറ്റപ്പെടലിനെ ഒട്ടും ഭയത്തോടെയല്ല, മറിച്ച് വലിയൊരു തിരിച്ചറിവോടെയാണ് സമീപിക്കേണ്ടത്. നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ആഴത്തിലുള്ള നിശബ്ദതയ്ക്ക് നിങ്ങളെ കൂടുതൽ മികച്ചൊരു മനുഷ്യനായി മാറ്റിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഈ യാത്രയുടെ അടുത്ത സുപ്രധാന ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ശാന്തമാക്കുക. എന്താണ് ഈ ഏകാന്തതയ്ക്ക് പിന്നിലുള്ള യഥാർത്ഥ മനഃശാസ്ത്രം എന്ന് നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ പോവുകയാണ്. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും വലിയ ശാപം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കാര്യത്തെയും അതിന്റെ സ്വാഭാവികതയോടെ ഉൾക്കൊള്ളാൻ അത് നമ്മളെ അനുവദിക്കില്ല എന്നത് തന്നെയാണ് ആ ശാപം. മനസ്സെപ്പോഴും ഒന്നുകിൽ കഴിഞ്ഞുപോയ കാലത്തിലെ കൈപ്പേറിയ ഓർമ്മകളിൽ ഉരുകുകയായിരിക്കും, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളിൽപ്പെട്ട് ഉലയുകയായിരിക്കും. ഈ കാണുന്ന വർത്തമാന നിമിഷത്തിൽ ശാന്തമായി ജീവിക്കുക എന്നത് മനസ്സിന് ഏറ്റവും പ്രയാസമേറിയ കാര്യമാണ്. നമ്മളിൽ നിന്ന് പ്രിയപ്പെട്ടൊരു വ്യക്തി അകന്നു പോകുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ കടുത്ത വേദന യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ അഭാവം കൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല, മറിച്ച് ആ വ്യക്തിയോടൊപ്പം നമ്മൾ നെയ്തുകൂട്ടിയ മനോഹരമായ ഭാവിയുടെ തകർച്ചയെ ഓർത്തുള്ള സങ്കടമാണത്. ഇവിടെയാണ് നമ്മുടെ ഉള്ളിലെ അഹംഭാവം അഥവാ ഈഗോ വില്ലനായി മാറുന്നത്. എന്നെ എങ്ങനെ അവർക്ക് വേണ്ടെന്ന് വെക്കാൻ തോന്നി? ഞാൻ അവർക്കായി ചെയ്ത നന്മകളൊക്കെ അവർ ഇത്ര പെട്ടെന്ന് മറന്നുകളഞ്ഞതെങ്ങനെ? എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മുടെ അഹംഭാവത്തെ ആഴത്തിൽ മുറിവേൽപ്പിക്കും. ഈ മുറിവാണ് പിന്നീട് കടുത്ത ദേഷ്യമായും നിരാശയായും ഒരിക്കലും മാറാത്ത വലിയൊരു വിഷാദമായും നമ്മുടെ ജീവിതത്തെ വിഴുങ്ങുന്നത്. ബുദ്ധന്റെ അരികിൽ തികച്ചും അസ്വസ്ഥനായിരുന്ന ആനന്ദൻ വീണ്ടും ചോദിച്ചു, ഭഗവാൻ, ഈ മനസ്സ് എന്തിനാണ് എപ്പോഴും വേദനകളെ മാത്രം തിരഞ്ഞുപിടിച്ച് ഓർത്തെടുക്കുന്നത്? ഒരുപാട് നല്ല ഓർമ്മകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ദുഃഖം മാത്രം എപ്പോഴും മനസ്സിനെ പൂർണ്ണമായി കീഴ്പ്പെടുത്തുന്നത്? ആനന്ദന്റെ സംശയം കേട്ട ബുദ്ധൻ നിലത്തുനിന്ന് തികച്ചും ഉണങ്ങിവരേണ്ട ഒരു ഇല കയ്യിലെടുത്തു. എന്നിട്ട് ശാന്തമായി പറഞ്ഞു, ആനന്ദ, ഈ കാണുന്ന ഇല ഒരിക്കൽ നല്ല പച്ചപ്പുള്ളതായിരുന്നു. അത് ആ വലിയ മരത്തിന്റെ ജീവനുള്ള ഒരു ഭാഗമായിരുന്നു. എന്നാൽ കാലം കടന്നുപോയപ്പോൾ അത് ഉണങ്ങി താഴേക്ക് വീണു. മരം ആ ഇലയോർത്ത് വിലപിക്കുന്നില്ല, ഇല മരത്തെ പിരിഞ്ഞതിൽ ദുഃഖിക്കുന്നുമില്ല. കാരണം മാറ്റം എന്നത് പ്രകൃതിയുടെ ഒഴിവാക്കാൻ കഴിയാത്ത നിയമമാണെന്ന് അവയ്ക്കറിയാം. എന്നാൽ മനുഷ്യൻ മാത്രം മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ ഒട്ടും തയ്യാറാകുന്നില്ല. കഴിഞ്ഞുപോയ വസന്തകാലത്തെ ഓർത്ത് അവൻ ശരത്കാലത്തിന്റെ വരവിൽ കണ്ണീരൊഴുക്കിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സിന്റെ ഈയൊരു പ്രത്യേക സ്വഭാവത്തെയാണ് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടത്. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഓവർ തിങ്കിങ് അഥവാ അമിത ചിന്ത രൂപപ്പെടുന്നത് ജീവിതത്തോടുള്ള ഈയൊരു കടുംപിടുത്തത്തിൽ നിന്നാണ്. ജീവിതം എപ്പോഴും നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ മുന്നോട്ട് പോകണം എന്ന അനാവശ്യമായ വാശി. ഒരു വലിയ ബന്ധം തകരുമ്പോൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു പരാജയം സംഭവിക്കുമ്പോൾ നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം വീണ്ടും വീണ്ടും ചിന്തിച്ചുകൂട്ടി ഭ്രാന്ത് പിടിക്കും. ഞാൻ അന്ന് അങ്ങനെ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അവർ എന്നോട് അങ്ങനെ പറയരുതായിരുന്നു. ഈ ചിന്തകൾ ഒരു ചക്രം പോലെ നമ്മുടെ തലയ്ക്കുള്ളിൽ നിരന്തരം കറങ്ങിക്കൊണ്ടേയിരിക്കും. മനഃശാസ്ത്രത്തിൽ ഇതിനെ റൂമിനേഷൻ എന്നാണ് വിളിക്കുന്നത്. ഒരു പശു കഴിച്ച ആഹാരം വീണ്ടും വയറ്റിൽ നിന്ന് വായിലേക്ക് കൊണ്ടുവന്ന് ചവച്ചരയ്ക്കുന്നത് പോലെ നമ്മൾ പണ്ട് കഴിഞ്ഞുപോയ കൈപ്പേറിയ ഓർമ്മകളെ വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് മനഃപൂർവ്വം കൊണ്ടുവന്ന് ആസ്വദിക്കുകയാണ്. അതെ, വല്ലാത്തൊരു സത്യമെന്തെന്നാൽ ഒരു പരിധിവരെ നമ്മൾ ആ വേദനയുള്ളാലെ ആസ്വദിക്കുന്നുണ്ട്. കാരണം ആ വേദനയെങ്കിലും നമ്മെ ആ വ്യക്തിയുമായി ഇപ്പോഴും ബന്ധിപ്പിച്ചു നിർത്തുന്നു എന്ന് നമ്മുടെ മനസ്സ് നമ്മളെ വിശ്വസിപ്പിക്കുകയാണ്. എത്ര ഭീകരമായ ഒരു കെണിയാണിത് എന്നിപ്പോൾ മനസ്സിലാകുന്നില്ലേ? ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ ചിന്തകൾക്ക് അടിമപ്പെട്ടു പോകാറുണ്ട്. ഇവിടെയാണ് അവയർനെസ് അഥവാ ആത്മബോധത്തിന്റെ യഥാർത്ഥ പ്രസക്തി നമ്മൾ തിരിച്ചറിയേണ്ടത്. ഒരു നിമിഷം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് നിരീക്ഷിക്കാൻ തയ്യാറാവുക. സത്യത്തിൽ നമ്മൾ നമ്മുടെ ചിന്തകളല്ല, മറിച്ച് ആ ചിന്തകളെല്ലാം ദൂരെ നിന്ന് നോക്കിക്കാണുന്ന ഒരു സാക്ഷി മാത്രമാണ്. ഒരു റോഡരികിൽ ശാന്തമായിരുന്ന് മുന്നിലൂടെ കടന്നുപോകുന്ന വണ്ടികളെ വെറുതെ നോക്കി നിൽക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. അതുപോലെ വേണം മനസ്സിലൂടെ കടന്നുപോകുന്ന ആലോചനകളെയും നമ്മൾ കാണാൻ. ദാ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു സങ്കടം വരുന്നുണ്ട്, അല്ലെങ്കിൽ ദാ ഇപ്പോൾ ആരോടോ ഒരു ദേഷ്യം പ്രകടമാകുന്നുണ്ട്. ഇങ്ങനെ തികച്ചും ഒരു മൂന്നാമത്തെ വ്യക്തിയെപ്പോലെ സ്വന്തം മനസ്സിനെ വിലയിരുത്താൻ പഠിക്കുമ്പോൾ ആ വികാരങ്ങൾക്ക് നമ്മളെ കീഴ്പ്പെടുത്താനുള്ള ശക്തി തനിയെ ഇല്ലാതാകും. ചിന്തകൾ വരും പോകും, എന്നാൽ നിങ്ങളുടെ ഉള്ളം എപ്പോഴും ശാന്തമായി നിലകൊള്ളും. ഈ ഒരു ഉന്നതമായ അവസ്ഥയിലേക്ക് മനസ്സ് പാകപ്പെടുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മാനസിക സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിച്ചറിയുന്നത്. പലരും പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഒരാളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും പൂർണ്ണമായി മറക്കാൻ കഴിയുക എന്ന്.
യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരെയും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. കാരണം മനുഷ്യന്റെ മസ്തിഷ്കം ഒരു കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് പോലെയാണ്. അതിലൊരിക്കൽ രേഖപ്പെടുത്തപ്പെട്ട ഓർമ്മകൾ അവിടെ തന്നെ ഉണ്ടാകും. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് ആ ഓർമ്മകളുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന നമ്മുടെ വൈകാരികമായ ആ ചാർജ് അഥവാ ആഴത്തിലുള്ള വേദന ഇല്ലാതാക്കുക എന്നതാണ്. മുൻപൊക്കെ ആ വ്യക്തിയെക്കുറിച്ച് ഓർക്കുമ്പോൾ നെഞ്ചിൽ വലിയൊരു ഭാരവും വേദനയും തോന്നിയിരുന്നെങ്കിൽ ഉള്ളിൽ ആത്മബോധമുണരുമ്പോൾ ആ ഓർമ്മ വെറുമൊരു വിവരം മാത്രമായി മാറിപ്പോകും. തികച്ചും ഒരു പഴയ സിനിമ കാണുന്നത് പോലെ. അതിലെ രംഗങ്ങൾ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും തോന്നില്ലല്ലോ. അതുപോലെ മനസ്സിനെ ഈ ഒരു തലത്തിലേക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഉള്ളിലെ ഈഗോയെ തിരിച്ചറിയുകയും അതിനെ മറികടക്കുകയും വേണം. മറ്റുള്ളവർ നമ്മെ എപ്പോഴും ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നൊക്കെയുള്ള അമിതമായ ആഗ്രഹങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഈഗോയുടെ ലക്ഷണങ്ങളാണ്. നമ്മൾ എപ്പോഴൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വാലിഡേഷൻ അല്ലെങ്കിൽ അംഗീകാരം ആഗ്രഹിക്കുന്നുവോ അപ്പോഴൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ സ്വന്തം മൂല്യം തന്നെയാണ് കുറച്ചു കളയുന്നത്. ഞാൻ നല്ലവനാണെന്ന് മറ്റൊരാൾ വന്നു പറയണം, ഞാൻ ഭംഗിയുള്ളവനാണെന്ന് വേറൊരാൾ സാക്ഷ്യപ്പെടുത്തണം എന്നൊക്കെ ചിന്തിക്കുന്നത് എത്രത്തോളം കഷ്ടമാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ മൂല്യം നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ലാതെ മറ്റാരാണ്? നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ കഴിവെന്താണെന്നും നിങ്ങൾക്ക് കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഈ ലോകം മുഴുവൻ നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ചലനവും ഉണ്ടാവില്ല. ഈയൊരു സന്ദർഭത്തിൽ ബുദ്ധനെ അധിക്ഷേപിക്കാൻ വന്ന ഒരു വ്യക്തിയുടെ കഥ ഓർക്കുന്നത് നന്നായിരിക്കും. അയാൾ ബുദ്ധന്റെ മുന്നിൽ വന്ന് ഒരുപാട് ചീത്തവിളികളും ആക്ഷേപങ്ങളും ചൊരിഞ്ഞു. എന്നാൽ ബുദ്ധനാകട്ടെ അതൊന്നും ശ്രദ്ധിക്കാതെ തികച്ചും ശാന്തനായി പുഞ്ചിരിച്ചുകൊണ്ട് മാത്രം നിന്നു. ഒടുവിൽ അയാൾ ക്ഷീണിച്ചിത്രയും ചോദിച്ചു, ഞാൻ ഇത്രയൊക്കെ അപമാനിച്ചിട്ടും അങ്ങേക്ക് ഒട്ടും ദേഷ്യം വരുന്നില്ലേ? അപ്പോൾ ബുദ്ധൻ സൗമ്യമായി ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു, നീ ഒരാൾക്ക് ഒരു സമ്മാനം കൊടുക്കാൻ കൊണ്ടുവന്നു, എന്നാൽ അയാൾ അത് സ്വീകരിച്ചില്ലെങ്കിൽ ആ സമ്മാനം പിന്നെ ആരുടേതാണ്? അയാൾ ഉത്തരം പറഞ്ഞു, അത് കൊണ്ടുവന്ന എന്റെ പക്കൽ തന്നെ ഇരിക്കും. ബുദ്ധൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതുപോലെ നീ തന്ന ചീത്തവിളികളും അധിക്ഷേപങ്ങളുമൊന്നും ഞാൻ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അതൊക്കെ ഇപ്പോഴും നിന്റെ പക്കൽ തന്നെയാണ് ഇരിക്കുന്നത്. ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും വളർത്തിയെടുക്കേണ്ടത് ഇത്തരമൊരു ഉന്നതമായ മാനസികാവസ്ഥയാണ്. ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ആ നിമിഷങ്ങളിൽ ഈ ലോകം മുഴുവൻ നമുക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. പ്രകൃതി നമ്മളെ വളരെ വലിയൊരു പാഠം പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ചുറ്റുമുള്ള ബഹളങ്ങൾക്കും ഒച്ചപ്പാടുകൾക്കുമിടയിൽ നമുക്ക് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ചില ശബ്ദങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സ്വന്തം ആത്മാവിന്റെ മന്ത്രണങ്ങളാണ്. ആ ആന്തരിക ശബ്ദം കാതോർക്കണമെങ്കിൽ പുറമെയുള്ള കോലാഹലങ്ങളെല്ലാം ഒടുങ്ങേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജീവിതത്തിന്റെ ചില പ്രത്യേക ഘട്ടങ്ങളിൽ പ്രകൃതി നമ്മെ ബോധപൂർവം തനിച്ചാക്കുന്നത്. ഈ ഒറ്റപ്പെടലിനെ ഒരു ശിക്ഷയായി കാണരുത്, മറിച്ച് അതൊരു വലിയ അനുഗ്രഹമാണ്. നമ്മളെ നമ്മളിലേക്ക് തന്നെ മടക്കിക്കൊണ്ടുവരാൻ പ്രകൃതി ഒരുക്കുന്ന മനോഹരമായ ഒരു തന്ത്രമാണത്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ നിശബ്ദതയെ ഭയന്ന് പലരും വീണ്ടും പഴയ ബഹളങ്ങളിലേക്കും കൂട്ടങ്ങളിലേക്കും തന്നെ ഓടിയൊളിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒരിക്കൽ ആനന്ദൻ ബുദ്ധനോട് ഒരു സംശയം ചോദിച്ചു, ഭഗവാൻ, ഈ നിശബ്ദത മനുഷ്യരിൽ ഇത്രമാത്രം ഭയമുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിനെ ശാന്തമാക്കാൻ ശ്രമിക്കുന്തോറും അത് കൂടുതൽ അസ്വസ്ഥമാകുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ബുദ്ധൻ നൽകിയ മറുപടി വളരെ ചിന്തനീയമായിരുന്നു. ആനന്ദ, കാട്ടിൽ സ്വതന്ത്രമായി നടന്നിരുന്ന ഒരു വന്യമൃഗത്തെ പിടിച്ച് കൂട്ടിലടയ്ക്കുമ്പോൾ ആദ്യത്തെ കുറച്ചു ദിവസങ്ങളിൽ അത് കൂടുതൽ അക്രമ സ്വഭാവം കാണിക്കും. തന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു എന്ന ചിന്തയാണതിന് കാരണം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. വർഷങ്ങളായി ചിന്തകളുടെ വലിയൊരു കാട്ടിൽ അലഞ്ഞുതിരിഞ്ഞു നടന്ന മനസ്സിനെ നീ പെട്ടെന്ന് നിശബ്ദതയുടെ കൂട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് കൂടുതൽ അലറി വിളിക്കും. പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മിപ്പിച്ച് അത് നിന്നെ ഭയപ്പെടുത്താൻ നോക്കും. എന്നാൽ ആ അലർച്ചകളെ കണ്ട് ഭയപ്പെടാതെ നീ പൂർണ്ണമായ ശാന്തതയോടെ കാത്തിരിക്കുകയാണെങ്കിൽ കാലക്രമേണ ആ മൃഗം മെരുങ്ങുക തന്നെ ചെയ്യും. ഒടുവിൽ നിന്റെ മനസ്സ് പൂർണ്ണമായും നിന്റെ നിയന്ത്രണത്തിലാകും. മനസ്സിന്റെ ഈ ഒരു അവസ്ഥയെയാണ് നമ്മൾ നിശബ്ദതയുടെ ഊർജം എന്ന് വിശേഷിപ്പിക്കുന്നത്. നമ്മൾ അനാവശ്യമായി സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ചൈതന്യമാണ് പുറത്തേക്ക് ഒഴുക്കിക്കളയുന്നത്. വെറുതെയുള്ള തർക്കങ്ങൾ, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തൽ, അർത്ഥമില്ലാത്ത പരദൂഷണങ്ങൾ, ഇതെല്ലാം നമ്മുടെ ആന്തരിക ഊർജത്തെ പാടെ ചോർത്തിക്കളയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഒരുപാട് സംസാരിച്ചു കഴിയുമ്പോൾ നമ്മളിൽ വലിയൊരു മാനസിക ക്ഷീണം അനുഭവപ്പെടുന്നത്. നേരെ മറിച്ച് നമ്മൾ മൗനം പാലിക്കാൻ ശീലിക്കുമ്പോൾ ആ ഊർജം ഉള്ളിലേക്ക് തന്നെ തിരികെ ഒഴുകുന്നു. അത് നമ്മുടെ ചിന്താശേഷിയെ കൂടുതൽ മൂർച്ചയുള്ളതാക്കി മാറ്റുകയും നമ്മുടെ ആത്മവിശ്വാസത്തെ ഇരട്ടിയായി വർദ്ധിപ്പിക്കുകയും ചെയ്യും. ലോകത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ച മഹത്തായ കാര്യങ്ങൾ ചെയ്ത മനുഷ്യരുടെ ജീവിതം എടുത്തു നോക്കൂ. അവരെല്ലാം പൊതുവെ അധികം സംസാരിക്കാത്തവരും മൗനത്തിന്റെ ആഴത്തെ നെഞ്ചോട് ചേർത്തവരുമായിരിക്കും. മൗനം എന്ന് പറഞ്ഞാൽ വെറുതെ വാ തുറക്കാതിരിക്കുക എന്നല്ല അർത്ഥം. ഉള്ളിൽ ചിന്തകളുടെ വലിയൊരു യുദ്ധം നടക്കുമ്പോൾ പുറമേക്ക് മാത്രം മിണ്ടാതിരുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. യഥാർത്ഥ മൗനം എന്നത് മനസ്സിന്റെ ആലോചനകൾ പോലും പൂർണ്ണമായി അടങ്ങുന്ന അവസ്ഥയാണ്. ആരോടും ഒന്നിനും പരാതിയില്ലാത്ത, ആരെയും ഒന്നും ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു മനോഭാവം.
നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ പോലും അതിലേക്ക് വലിച്ചിഴക്കപ്പെടാതെ ഒരു ചെറിയ പുഞ്ചിരിയോടെ അത് വിട്ടുകളയാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മൗനത്തിന്റെ യഥാർത്ഥ കരുത്ത് അറിഞ്ഞു തുടങ്ങി എന്നുറപ്പിക്കാം. കാരണം നിങ്ങളുടെ പ്രതികരണമാണ് പലപ്പോഴും മറ്റുള്ളവരുടെ ആയുധം. നിങ്ങൾ അതിനോട് പ്രതികരിക്കാതിരിക്കുമ്പോൾ നിങ്ങളെ തളർത്താനുള്ള അവരുടെ എല്ലാ ശ്രമങ്ങളും അവിടെ പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. പലരും തങ്ങളുടെ ബന്ധങ്ങൾ തകരുമ്പോൾ സങ്കടത്തോടെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അവർ എന്നെ ചതിച്ചത്? ഞാൻ അവർക്ക് വേണ്ടി എൻ്റെ സർവസ്വവും നൽകിയതല്ലേ എന്ന്. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു വലിയ സത്യമുണ്ട്. നിങ്ങൾ നൽകിയ ആ നന്മകളും സ്നേഹവും ആ വ്യക്തിക്ക് വേണ്ടി മാത്രമായിരുന്നോ, അതോ അതിനു പകരമായി എന്തെങ്കിലും തിരികെ പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നോ? ഇന്ന് ഭൂരിഭാഗം മനുഷ്യരും സ്നേഹിക്കുന്നത് ഒരു കച്ചവടം പോലെയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കാം, പകരം നീ എന്നെയും സ്നേഹിക്കണം, എൻ്റെ കാര്യങ്ങൾ നോക്കണം. ഇത് യഥാർത്ഥ സ്നേഹമല്ല, മറിച്ചൊരു കരാറാണ്. കരാറുകൾ ലംഘിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും അവിടെ തർക്കങ്ങളും വലിയ വേദനകളും ഉണ്ടാകും. എന്നാൽ യാതൊരു നിബന്ധനകളുമില്ലാത്ത സ്നേഹം, അതായത് ഒന്നിനും പകരമല്ല എന്നുറപ്പിച്ച് യാതൊന്നും പ്രതീക്ഷിക്കാതെ നൽകുന്ന സ്നേഹം ഒരുപക്ഷെ ഒരിടത്തും തോറ്റുപോകാറില്ല. കാരണം അതിന് തിരികെ ഒന്നും ആവശ്യമില്ല. കൊടുക്കുക എന്നതിൽ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ ആനന്ദം അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു നിമിഷം മുതൽ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ശീലമാക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതയാത്രയിൽ നിങ്ങളെ ഏറെ വേദനിപ്പിച്ച, നിങ്ങളെ പാതിവഴിയിൽ തനിച്ചാക്കിപ്പോയ എല്ലാ മനുഷ്യർക്കും മനസ്സുകൊണ്ട് നന്ദി പറയാൻ തയ്യാറാവുക. അതെ, അവരോട് നന്ദി പറയുക. കാരണം അവരാണ് നിങ്ങളെ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിൽ എത്തിച്ചത്. അന്ന് അവർ നിങ്ങളെ തനിച്ചാക്കിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ തുനിയില്ലായിരുന്നു. നിങ്ങളിപ്പോഴും ആ പഴയ അർത്ഥശൂന്യമായ ജീവിത സാഹചര്യങ്ങളിൽ തന്നെ ഉലഞ്ഞു നടക്കുമായിരുന്നു. ഈ ഒരു വലിയ തിരിച്ചറിവുള്ളിൽ ജനിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ എല്ലാ ദേഷ്യവും സങ്കടവും തനിയെ ഇല്ലാതാകും. അതിനുപകരം വല്ലാത്തൊരു ശാന്തത നിങ്ങളുടെ മനസ്സിനെ പൊതിയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നിങ്ങളെ തകർത്തവർക്ക് പോലും നന്മ മാത്രം വരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാൻ കഴിയുന്ന ആ ഒരു പുണ്യനിമിഷമുണ്ടല്ലോ, അതാണ് നിങ്ങളുടെ ആത്മീയമായ ഉണർവ്. മനുഷ്യജീവിതത്തിലെ ഏറ്റവും വലിയ ഭയം എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലരും കരുതുന്നത് അത് മരണത്തെക്കുറിച്ചുള്ള പേടിയാണെന്നാണ്. എന്നാൽ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മനസ്സിലാകും, നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് യഥാർത്ഥത്തിൽ നഷ്ടപ്പെടലുകളെയാണ്. കഠിനാധ്വാനം ചെയ്ത് നേടിയെടുത്ത പണം, പദവി, ബാഹ്യസൗന്ദര്യം, എല്ലാറ്റിലുമുപരി ജീവന് തുല്യം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യർ, ഇതൊക്കെയും എപ്പോഴെങ്കിലും നമ്മെ വിട്ടുപിരിഞ്ഞു പോകുമോ എന്ന വല്ലാത്തൊരു ആകുലതയാണ് ഓരോ നിമിഷവും നമ്മെ വേട്ടയാടുന്നത്. ഈയൊരു ഭയത്തിൽ നിന്നാണ് അമിതമായ ആസക്തി, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് മാത്രമായി ഒതുങ്ങിക്കൂടുന്ന ഒട്ടിനിൽക്കൽ രൂപപ്പെടുന്നത്. നമ്മൾ എന്തിനെയെങ്കിലും അമിതമായി ഇറുകെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ കൈകളിൽ നിന്ന് വഴുതിപ്പോകാനുള്ള സാധ്യതയും കൂടുകയാണ് ചെയ്യുന്നത്. കൈനിറയെ മണൽ വാരിയെടുത്ത് ശക്തിയായി ഉള്ളംകൈയിൽ അമർത്തിയൊതുക്കാൻ നോക്കിയാൽ അത് വിരലുകൾക്കിടയിലൂടെ താഴേക്ക് ഒലിച്ചു പോകും. എന്നാൽ അതേ കൈപ്പത്തി വെറുതെ തുറന്നു വെച്ചാൽ ആ മണൽത്തരികൾ അവിടെ തന്നെ സുരക്ഷിതമായിരിക്കും. നമ്മുടെ ജീവിതത്തിന്റെ കാര്യവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. ഒരിക്കൽ ബുദ്ധൻ ഒരു തടാകക്കരയിൽ വിശ്രമിക്കുമ്പോൾ അവിടെ ശക്തമായൊരു കൊടുങ്കാറ്റുണ്ടായി. ആ കാറ്റിൽ തടാകത്തിലെ വെള്ളമെല്ലാം വല്ലാതെ ഇളകിമറിഞ്ഞു. അടിത്തട്ടിലെ ചെളിയും കരിയിലകളും എല്ലാം മുകളിലേക്ക് പൊന്തി വന്നു. ആ സമയത്ത് ബുദ്ധൻ തന്റെ പ്രിയ ശിഷ്യനായ ആനന്ദനോട് കുടിക്കാൻ ഒരൽപ്പം വെള്ളം എടുത്തു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആനന്ദൻ തടാകത്തിനടുത്തേക്ക് പോയെങ്കിലും വെള്ളം ആകെ കലങ്ങിമറിഞ്ഞു കിടക്കുന്നത് കണ്ട് നിരാശനായി തിരിച്ചുവെന്ന് പറഞ്ഞു, ഭഗവാൻ, ആ വെള്ളം മുഴുവൻ ചെളി നിറഞ്ഞതാണ്, അത് കുടിക്കാൻ ഒട്ടും യോഗ്യമല്ല. ബുദ്ധൻ തികഞ്ഞ ശാന്തതയോടെ മറുപടി നൽകി, അല്പസമയം വെറുതെ കാത്തിരിക്കൂ. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ബുദ്ധൻ വീണ്ടും ആനന്ദനെ അങ്ങോട്ട് തന്നെ അയച്ചു. ഈ സമയം തടാകത്തിലെ ചെളിയും മാലിന്യങ്ങളും തനിയെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോവുകയും വെള്ളം സ്ഫടികം പോലെ തെളിഞ്ഞു വിളങ്ങുകയും ചെയ്തിരുന്നു. ആ തെളിനീർ കുടിച്ചതിന് ശേഷം ബുദ്ധൻ സൗമ്യമായി പറഞ്ഞു, കണ്ടോ ആനന്ദ, നീ ആ വെള്ളം വൃത്തിയാക്കാൻ വേണ്ടി പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. തടാകത്തിലിറങ്ങി അത് കൂടുതൽ കലക്കിയതുമില്ല. നീ വെറുതെ ശാന്തമായി കാത്തിരുന്നു. കാലം അതിന്റെ ജോലി കൃത്യമായി ചെയ്തു. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പരിഭ്രാന്തരാകാതെ കുറച്ചു സമയം ശാന്തമായിരിക്കാൻ ശീലിക്കുക. സകല പ്രശ്നങ്ങളും തനിയെ വഴിമാറിപ്പോയിക്കോളും. ഈയൊരു കൊച്ചു കഥയ്ക്കുള്ളിൽ വലിയൊരു മനഃശാസ്ത്രപരമായ സത്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ച് കൂടുതൽ പരിഭ്രാന്തിയോടെ പ്രവർത്തിച്ച് നമ്മൾ തന്നെ ആ പ്രശ്നത്തെ വല്ലാതെ വലിപ്പിച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് മനുഷ്യബന്ധങ്ങളുടെ കാര്യത്തിൽ ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ട്. ഒരാൾ നമ്മളിൽ നിന്ന് അകന്നു പോകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അവരെ നിർബന്ധിച്ച് കൂടെ നിർത്താൻ സകല വഴികളും നോക്കും. തുടർച്ചയായി സന്ദേശങ്ങൾ അയക്കും, അവരുടെ മുന്നിൽ കരയും, യാചിക്കും. എന്നാൽ ഈ പ്രവൃത്തികളെല്ലാം ആ വ്യക്തിയെ നമ്മളിൽ നിന്ന് കൂടുതൽ അകറ്റാൻ മാത്രമേ ഉപകരിക്കൂ. കാരണം ഈ ലോകത്ത് ആരും തന്നെ ഒരു തടവറയ്ക്കുള്ളിൽ കഴിയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെയുള്ള നിർണായക നിമിഷങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടത് പൂർണ്ണമായ മൗനം പാലിക്കുക എന്നതാണ്. അവരെ അവരുടെ വഴിക്ക് വിടുക. അവർ ആഗ്രഹിക്കുന്ന ആ സ്വാതന്ത്ര്യം അവർക്ക് നൽകുക. അവർ യഥാർത്ഥത്തിൽ നിങ്ങളുടേതാണെങ്കിൽ അവർ തീർച്ചയായും നിങ്ങളുടെ അടുക്കലേക്ക് തന്നെ തിരിച്ചെത്തും. അതല്ലെങ്കിൽ അവർ ഒരിക്കലും നിങ്ങളുടേതായിരുന്നില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി ധീരമായി മുന്നോട്ടു പോവുക.
നമ്മുടെ മനസ്സ് എപ്പോഴും തികച്ചും കുറ്റമറ്റതും സമ്പൂർണവുമായൊരു ജീവിതമാണ് കൊതിക്കുന്നത്. ഒന്നിനും ഒരു കുറവുമുണ്ടാകരുത്, ചുറ്റുമുള്ളവരെല്ലാം എപ്പോഴും സന്തോഷത്തോടെ മാത്രം കഴിയണം എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. എന്നാൽ പ്രകൃതിയുടെ മാറ്റമില്ലാത്ത നിയമം അതല്ല. ഇവിടെ ഒരു ജനനമുണ്ടെങ്കിൽ അതിനൊപ്പം മരണവുമുണ്ട്. വെളിച്ചമുള്ള പകലിനു പിന്നാലെ ഇരുണ്ട രാത്രിയുമുണ്ട്. സന്തോഷത്തിന്റെ നിമിഷങ്ങൾക്കൊപ്പം കടുത്ത ദുഃഖവുമുണ്ട്. ഇതിനെയാണ് ബുദ്ധൻ അനിത്യത എന്ന് വിശേഷിപ്പിച്ചത്. ഈ പ്രപഞ്ചത്തിൽ ഒന്നും തന്നെ ശാശ്വതമല്ല, എല്ലാം എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിലെ ഈ കഠിനമായ സങ്കടവും വേദനയും ഒന്നും എന്നേക്കുമായി നിലനിൽക്കില്ല. അതൊക്കെയും മാറി പുതിയൊരു സുന്ദരമായ പ്രഭാതം വരിക തന്നെ ചെയ്യും. ഈയൊരു നഗ്നസത്യം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ മനസ്സിനെ പാകപ്പെടുത്തുമ്പോൾ നമ്മൾ ഒന്നിനോടും അമിതമായി ഒട്ടുനിൽക്കില്ല. ഒന്നിന്റെ നഷ്ടപ്പെടലുകളും നമ്മെ തളർത്തുകയുമില്ല. വേദന എന്നത് തികച്ചും സ്വാഭാവികമാണ്. എന്നാൽ ദുരിതം അനുഭവിക്കുക എന്നത് നമ്മുടെ സ്വന്തം തിരഞ്ഞെടുപ്പാണ് എന്ന് പറയാറുണ്ട്. ശരീരത്തിലൊരു മുറിവുണ്ടാകുമ്പോൾ വേദന അനുഭവപ്പെടുന്നത് സ്വാഭാവികമായ ഒരു ശാരീരിക പ്രക്രിയ മാത്രമാണ്. എന്നാൽ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഈ മുറിവുണ്ടായി? ഇതിന് കാരണം ആരാണ്? ഇനി എന്റെ ജീവിതം എന്താകും എന്നൊക്കെ ചിന്തിച്ച് ഉള്ളുരുകി കരയുന്നത് നമ്മൾ സ്വയം തെരഞ്ഞെടുക്കുന്ന ദുഃഖമാണ്. ജീവിതത്തിലുണ്ടാകുന്ന തിരിച്ചടികളെ വെറും ഒരു അവിചാരിത സംഭവമായി മാത്രം കാണാൻ ശീലിക്കുക. അതിലേക്ക് നമ്മുടെ വൈകാരികമായ നിറങ്ങൾ കലർത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉദാഹരണത്തിന്, വളരെ പ്രിയപ്പെട്ട ഒരാൾ നിങ്ങളെ ഉപേക്ഷിച്ചു പോയി എന്ന് കരുതുക. അതൊരു സംഭവം മാത്രമാണ്. എന്നാൽ അയാൾ എന്നെ വഞ്ചിച്ചു, എന്റെ ജീവിതം ഇതോടെ അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ സ്വന്തം വ്യാഖ്യാനമാണ്. ഈ വ്യാഖ്യാനങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ തകർത്തു കളയുന്നത്. സംഭവങ്ങളെ സംഭവങ്ങളായി മാത്രം കാണുക. അതിലേക്ക് നിങ്ങളുടെ ഭാവനയിലെ സങ്കടകഥകൾ കൂട്ടിച്ചേർക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ സമൂഹത്തിൽ ഭൂരിഭാഗം ആളുകളും കടുത്ത വിഷാദത്തിലേക്കും ആകുലതകളിലേക്കും വീണുപോകുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അവർ യാഥാർത്ഥ്യത്തെ നെഞ്ചോട് ചേർക്കാൻ മടിക്കുന്നു. തങ്ങൾക്ക് സംഭവിച്ചുപോയ തെറ്റുകളെയോ ഓർക്കാപ്പുറത്തുണ്ടായ നഷ്ടങ്ങളെയോ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുന്നില്ല. ഒരു കാര്യം എപ്പോഴും ഓർക്കുക: കഴിഞ്ഞുപോയ ഭൂതകാലത്തെ തിരുത്താൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. ദൈവത്തിനു പോലും അതിനാവില്ല. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ നിമിഷത്തെ പൂർണ്ണമായ സംതൃപ്തിയോടെ ജീവിച്ചു തീർക്കുക എന്നത് മാത്രമാണ്. നിങ്ങളുടെ കൈകളിൽ ഇപ്പോൾ ഭദ്രമായുള്ളത് ഈ ഒരൊറ്റ നിമിഷം മാത്രമാണ്. കഴിഞ്ഞ കാലത്തെക്കുറിച്ചോർത്ത് വ്യാകുലപ്പെടാതെ ഈ നിമിഷത്തിന്റെ ഭംഗി പൂർണ്ണമായി ആസ്വദിക്കാൻ പഠിക്കുക. വരാനിരിക്കുന്ന ഭാഗങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഉന്നതമായ മാനസികാവസ്ഥ പ്രായോഗികമായി സ്വന്തമാക്കേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ചില മനുഷ്യർ ജീവിതത്തിൽ എത്ര വലിയ കൊടുങ്കാറ്റുകൾ ഉണ്ടായാലും തികച്ചും ശാന്തമായിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന്? അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ലാത്തതുകൊണ്ടല്ല അത്. മറിച്ച് തങ്ങളെ തേടി വരുന്ന പ്രതിസന്ധികളെ അവർ നേരിടുന്ന രീതി മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായതുകൊണ്ടാണ്. ഇതിനെയാണ് നമ്മൾ വൈകാരിക പക്വത എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള പക്വത കൈവരിച്ച ഒരു മനുഷ്യനെ വെറും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാനോ സ്വന്തം വഴിയിൽ നിന്ന് മാറ്റാനോ ആർക്കും കഴിയില്ല. അവരെ അത്ര എളുപ്പത്തിൽ ദേഷ്യം പിടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ മറ്റൊരാൾക്കും സാധിക്കില്ല. കാരണം അവരുടെ മനസ്സിന്റെ നിയന്ത്രണച്ചരട് മറ്റാരുടെയും കൈകളിലല്ല. അത് അവരുടെ സ്വന്തം ഉള്ളിൽ തന്നെയാണ് ഭദ്രമായിരിക്കുന്നത്. മറ്റുള്ളവർ തനിക്കെതിരെ എന്ത് സംസാരിക്കുന്നു എന്നതിലല്ല, അതിനോട് താൻ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിലാണ് കാര്യമെന്ന് അവർക്ക് നന്നായി അറിയാം. ബുദ്ധന്റെ ജീവിതത്തിൽ നടന്ന മനോഹരമായ ഒരു സംഭവമുണ്ട്. ഒരിക്കൽ അതിസമ്പന്നനായ ഒരു മനുഷ്യൻ ബുദ്ധനെ തേടിയെത്തി. ബുദ്ധന് ചുറ്റുമുള്ള ആ വലിയ ജനപ്രീതിയിൽ അയാൾക്ക് കടുത്ത അസൂയയായിരുന്നു. ബുദ്ധന്റെ മുന്നിൽ വന്നുനിന്ന് അയാൾ കഠിനമായ വാക്കുകളാൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ തുടങ്ങി. എന്നാൽ ബുദ്ധനാകട്ടെ തികഞ്ഞ ശാന്തതയോടെ അതൊക്കെയും കേട്ടിരുന്നു. ഇത് കണ്ടപ്പോൾ ആ മനുഷ്യന്റെ കോപം ഇരട്ടിയായി. ഒടുവിൽ അയാൾ ബുദ്ധന്റെ മുഖത്തേക്ക് വലിച്ചു തുപ്പുക വരെ ചെയ്തു. എന്നിട്ടും ബുദ്ധൻ ഒട്ടും ചലിച്ചില്ല. അദ്ദേഹം തന്റെ വസ്ത്രത്തിന്റെ അരികുകൊണ്ട് മുഖം തുടച്ചതിനു ശേഷം വളരെ സൗമ്യമായി ചോദിച്ചു, "നിനക്കിനി എന്തെങ്കിലും പറയാൻ ബാക്കിയുണ്ടോ?" ബുദ്ധന്റെ ആ അപ്രതീക്ഷിത ഭാവം കണ്ട് ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടുപോയി. ഭയത്തോടെയും അമ്പരപ്പോടെയും അയാൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഓടിപ്പോയി. അന്ന് രാത്രി മുഴുവൻ അയാൾക്ക് കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല. ബുദ്ധന്റെ ആ ശാന്തമായ മുഖം മാത്രമായിരുന്നു അയാളുടെ മനസ്സിൽ വേട്ടയാടിക്കൊണ്ടിരുന്നത്. പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ തന്നെ അയാൾ ഓടിയെത്തി ബുദ്ധന്റെ കാൽക്കൽ വീണ് കരഞ്ഞു മാപ്പപേക്ഷിച്ചു. ബുദ്ധൻ അയാളെ സ്നേഹത്തോടെ എഴുന്നേൽപ്പിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു, "സുഹൃത്തേ, നീ എന്തിനാണ് ഇപ്പോൾ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? ഇന്നലെ എന്നെ പരസ്യമായി അപമാനിച്ച ആ മനുഷ്യനല്ല ഇന്നത്തെ നീ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്നലെ നിന്റെ ആ വാക്കുകൾ കേട്ടിരുന്ന പഴയ ബുദ്ധനും ഇന്നിവിടെയില്ല. പിന്നെ ഞാൻ ആരോടാണ് ക്ഷമിക്കേണ്ടത്? കഴിഞ്ഞത് കഴിഞ്ഞു, അത്രമാത്രം." എത്ര ആഴമേറിയ ഒരു ചിന്തയാണിത്, അല്ലേ? നമ്മളിൽ പലരും വർഷങ്ങൾക്ക് മുൻപ് ആരോ നമ്മളോട് പറഞ്ഞ ആ ഒരൊറ്റ വാക്കിന്റെ പേരിൽ ഇന്നും ഉള്ളുരുകി വിഷമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകും. അന്ന് അവൻ എന്നെ അങ്ങനെ പറഞ്ഞില്ലേ, ആ വാക്ക് ഞാൻ ഒരിക്കലും മറക്കില്ല എന്നൊക്കെ നമ്മൾ ശാഠ്യം പിടിക്കും. പക്ഷേ ഒരു കാര്യം ആലോചിച്ചു നോക്കൂ, അന്ന് ആ വാക്ക് പറഞ്ഞ മനുഷ്യനും ഇന്ന് ജീവിച്ചിരിപ്പില്ല. അത് കേട്ട് സങ്കടപ്പെട്ട ആ പഴയ നിങ്ങളും ഇന്നില്ല.
നിങ്ങൾ രണ്ടുപേരും കാലപ്രവാഹത്തിൽ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. പിന്നെന്തിനാണ് ആ പഴയ അസ്ഥികൂടവും ചുമന്ന് നിങ്ങൾ ഇന്നും മുന്നോട്ട് നടക്കുന്നത്? ഭൂതകാലത്തെ അതിന്റെ വഴിക്ക് വിട്ടേക്കുക. മറ്റൊരാളോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് അവർക്ക് വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ സ്വന്തം മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടിയാണ്. നിങ്ങൾ ഒരാളോട് ക്ഷമിക്കാൻ തയ്യാറാകാതിരിക്കുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ ആ വ്യക്തിയെ നിങ്ങളുടെ മനസ്സിനുള്ളിൽ ഒരു തടവുകാരനായി സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിലൂടെ നിങ്ങളുടെ മനസ്സിന്റെ സ്വസ്ഥതയും വിലപ്പെട്ട ഇടവുമാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത്. മനുഷ്യബന്ധങ്ങളിലുണ്ടാകുന്ന വിള്ളലുകളും തകർച്ചകളും പലപ്പോഴും നമ്മളെ പുതിയൊരു മനുഷ്യനായി മാറ്റിയെടുക്കാറുണ്ട്. ചിലർ സങ്കടത്തോടെ പറയുന്നത് കേൾക്കാം, ആ ഒരു ചതിക്ക് ശേഷം എനിക്ക് ഈ ലോകത്തോടും മനുഷ്യരോടുമുള്ള വിശ്വാസം മുഴുവനായി നഷ്ടപ്പെട്ടു എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ അന്ധമായ ആ വിശ്വാസമാണ് അവിടെ തകർന്നുപോയത്. ശരിക്കും പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണ്. കാരണം ഇനി മുതൽ നിങ്ങൾ മനുഷ്യരെ കൂടുതൽ വിവേകത്തോടെയും തിരിച്ചറിവോടെയും നോക്കിക്കാണാൻ തുടങ്ങും. ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കാതെ അവരുടെ യഥാർത്ഥ സ്വഭാവം തിരിച്ചറിഞ്ഞ് മാത്രം കൂടെ കൂട്ടാൻ ഈ അനുഭവം നിങ്ങളെ പ്രാപ്തരാക്കും. ഇത് നിങ്ങളെ മാനസികമായി കൂടുതൽ ശക്തനാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന പരാജയങ്ങളെയും തിരിച്ചടികളെയും എപ്പോഴും ഒരു നല്ല അധ്യാപകനായി കാണാൻ ശ്രമിക്കുക. അവയൊന്നും നിങ്ങളെ തകർത്തു കളയാൻ വന്നതല്ല, മറിച്ച് നിങ്ങളെ മുൻപത്തേക്കാൾ മികച്ചൊരു മനുഷ്യനാക്കി രൂപപ്പെടുത്തിയെടുക്കാൻ വന്നതാണെന്ന് തിരിച്ചറിയുക. നമ്മളിൽ പലരും പലപ്പോഴും ചിന്തിച്ചു കൂട്ടുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് മാത്രം എന്താണ് ഇത്രയധികം സങ്കടങ്ങൾ? ചുറ്റുമുള്ള മറ്റുള്ളവരെല്ലാം എത്രമാത്രം സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ജീവിക്കുന്നത് എന്ന്. എന്നാൽ പുറത്തുനിന്ന് കാണുന്ന ആ ഒരു തിളക്കം മാത്രമാണ് പലരുടെയും സന്തോഷം എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. ഓരോ മനുഷ്യന്റെയും ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ അവർക്ക് അവരുടേതായ വലിയ യുദ്ധങ്ങൾ നയിക്കാനുണ്ടെന്ന് മനസ്സിലാകും. ഈ ഭൂമിയിൽ എല്ലാ കാര്യത്തിലും പൂർണ്ണമായി സംതൃപ്തനായ ഒരാൾ പോലുമില്ല. പണമുള്ളവന് അതിൻ്റേതായ ആകുലതകൾ, പണമില്ലാത്തവന് അതില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ, രോഗബാധിതനായ മനുഷ്യന് അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതവുമായി നിങ്ങളുടെ ജീവിതത്തെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മുടെ ഉള്ളിലെ സന്തോഷത്തെ സാവധാനം കൊന്നൊടുക്കുന്ന ഏറ്റവും മാരകമായ വിഷമാണ് താരതമ്യം ചെയ്യലെന്നത്. നിങ്ങളുടെ ജീവിതം തികച്ചും സവിശേഷവും സമാനതകളില്ലാത്തതുമാണ്. അതിൻ്റേതായ മനോഹരമായ ഒരു താളവും കൃത്യമായ സമയവും അതിനുണ്ട്. മറ്റൊരാൾ തൻ്റെ 20-ാം വയസ്സിൽ വലിയ വിജയം നേടിയതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ 30-ാം വയസ്സിൽ വിജയിക്കില്ല എന്ന് അതിനർത്ഥമില്ല. ഈ പ്രകൃതിയിലെ എല്ലാ പൂക്കളും ഒരേ സമയത്തല്ല വിരിഞ്ഞു നിൽക്കുന്നത്. ഓരോ പൂവിനും അതിൻ്റേതായ വസന്തകാലം വരാനുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ പുകയുന്ന ആ അസ്വസ്ഥതയെയും സങ്കടങ്ങളെയും മാറ്റിമറിക്കാൻ ഒരേയൊരു വഴി മാത്രമേയുള്ളൂ. ആ അവസ്ഥയെ അതിൻ്റെ പൂർണ്ണതയിൽ നെഞ്ചോട് ചേർക്കുക, അതിനെ അംഗീകരിക്കുക. അതെ, ഈ നിമിഷത്തിൽ എനിക്ക് നല്ല സങ്കടമുണ്ട്, ഞാൻ തികച്ചും ഒറ്റയ്ക്കാണ്. പക്ഷേ അത് സാരമില്ല. ഇങ്ങനെ നിങ്ങളെ തന്നെ പൂർണ്ണമായി അംഗീകരിക്കാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ പകുതി മാനസിക ഭാരവും അവിടെ തന്നെ ഇറക്കി വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. നമ്മൾ നമ്മളോട് തന്നെ നിരന്തരം യുദ്ധം ചെയ്യുമ്പോഴാണ് ജീവിതത്തിൽ കൂടുതൽ തളർന്നു പോകുന്നത്. ഈയൊരു നിമിഷത്തിൽ നിങ്ങളുടെ മാനസികാവസ്ഥ എന്താണോ അതിനെ സ്നേഹത്തോടെയും ശാന്തതയോടെയും സ്വീകരിക്കുക. അവിടെ നിന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ആരംഭിക്കുന്നത്. ഈ മനോഹരമായ യാത്രയുടെ അടുത്ത ഘട്ടത്തിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ കൃത്യമായി നിയന്ത്രിച്ച് ഉള്ളിൽ ഒരിക്കലും കെടാത്ത ഒരു ശാശ്വത സമാധാനം കണ്ടെത്തേണ്ടത് എന്ന് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ പോവുകയാണ്. നമ്മുടെ മനസ്സിനെ വിസ്തൃതമായൊരു കാടിനോട് ഉപമിക്കാം. ആ കാട്ടിൽ പലതരത്തിലുള്ള മൃഗങ്ങൾ വസിക്കുന്നുണ്ട്. ഭയവും ക്രോധവും കാമവും അസൂയയും അവിടെയുണ്ടെന്നതുപോലെ തന്നെ സ്നേഹവും കാരുണ്യവും അവിടെയുണ്ട്. ഇതിൽ ഏത് മൃഗത്തിനാണോ നിങ്ങൾ ദിവസവും ആഹാരം നൽകുന്നത്, ആ മൃഗമായിരിക്കും ഒടുവിൽ ആ കാടിനെ ഭരിക്കുക. നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യത്തിനും സങ്കടത്തിനും ചിന്തകളാകുന്ന ആഹാരം നിരന്തരം നൽകിക്കൊണ്ടിരുന്നാൽ അവ വല്ലാതെ വളർന്നു വലുതാവുകയും നിങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും കീഴടക്കുകയും ചെയ്യും. നേരെ മറിച്ച് ആ ചിന്തകൾക്ക് തീറ്റ കൊടുക്കുന്നത് നിങ്ങൾ നിർത്തിയാൽ അവ പട്ടിണി കിടന്ന് സ്വയം ഇല്ലാതാകും. ചിന്തകൾക്ക് ആഹാരം നൽകുക എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും ആലോചിച്ച് കൂട്ടുക എന്നാണ് അർത്ഥം. നിങ്ങളൊരു ചിന്തയെ പൂർണ്ണമായി അവഗണിക്കാൻ തുടങ്ങുന്ന നിമിഷം അതിന്റെ ശക്തി തനിയെ കുറഞ്ഞുപോകും. ഈയൊരവസ്ഥയിൽ ആനന്ദൻ ബുദ്ധനോടൊരു സംശയം ചോദിക്കുകയുണ്ടായി. ഭഗവാൻ, ചിന്തകളെ അത്ര എളുപ്പത്തിൽ അവഗണിക്കാൻ കഴിയില്ലല്ലോ. മനസ്സ് വീണ്ടും വീണ്ടും അങ്ങോട്ട് തന്നെ പാഞ്ഞു പോകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യേണ്ടത്? ബുദ്ധൻ തികഞ്ഞ പ്രശാന്തതയോടെ മറുപടി നൽകി. ആനന്ദ, നീ എപ്പോഴെങ്കിലും അനന്തമായ ആകാശത്തിലെ മേഘങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവ പല വലിപ്പത്തിലും രൂപത്തിലുമാണ് പ്രത്യക്ഷപ്പെടാറുള്ളത്. ചിലപ്പോൾ കറുത്തിരുണ്ട കാർമേഘങ്ങൾ വരും, ചിലപ്പോൾ വെളുത്ത മനോഹരമായ മേഘങ്ങളും വരും. എന്നാൽ ആകാശം എപ്പോഴെങ്കിലും ആ മേഘങ്ങളെ പിടിച്ചുവെക്കാൻ ശ്രമിക്കാറുണ്ടോ? ഇല്ല. അവ വരുന്നു, ആകാശത്തിലൂടെ ഒഴുകി നീങ്ങുന്നു. ആകാശം എപ്പോഴും ഒരേപോലെ നിർമ്മലമായി നിലകൊള്ളുകയും ചെയ്യുന്നു. ഇതുപോലെ തന്നെയാണ് നിന്റെ ആന്തരിക ബോധവും. ചിന്തകൾ വെറും മേഘങ്ങളെപ്പോലെയാണ്. അവ വരും, പോകും. നീ ആകാശത്തെപ്പോലെ അവയ്ക്ക് കടന്നു പോകാൻ വഴിയൊരുക്കുക മാത്രം ചെയ്യുക. അവയിൽ ഒന്നിനെയും നിർബന്ധിച്ച് പിടിച്ചുവെക്കാൻ ശ്രമിക്കരുത്. ഇത്തരമൊരു വീക്ഷണം തന്നെയാണ് നമ്മൾ ജീവിതത്തിൽ വളർത്തിയെടുക്കേണ്ടതും.
പലപ്പോഴും ഒരു മോശം ചിന്ത മനസ്സിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനോട് ശക്തമായി യുദ്ധം ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെയുള്ള ചിന്തകൾ വരുന്നത്? ഞാൻ അത്രയ്ക്ക് മോശം മനുഷ്യനാണോ എന്നൊക്കെ സ്വയം ചോദിക്കും. ഈയൊരു പോരാട്ടം ആ ചിന്തയ്ക്ക് കൂടുതൽ കരുത്ത് പകരുകയാണ് ചെയ്യുക. അതിനു പകരം ആ ചിന്തയെ അതിൻ്റെ വഴിക്ക് വരാൻ അനുവദിക്കുക. അത് നിങ്ങളുടെ മനസ്സിലൂടെ വെറുതെ കടന്നു പോകട്ടെ. നിങ്ങളൊരു സാക്ഷിയെപ്പോലെ അതിനെ നോക്കി നിൽക്കുക. ആകാശത്തുകൂടി ഒരു വിമാനം പറന്നു പോകുന്നത് നമ്മൾ വെറുതെ നോക്കി നിൽക്കാറില്ലേ? അതുപോലെ അല്പം കഴിയുമ്പോൾ ആ ചിന്ത തനിയെ ഇല്ലാതായിക്കോളും. ഇതാണ് ജാഗ്രതയുടെ അഥവാ ആത്മബോധത്തിന്റെ അടിസ്ഥാന തത്വം. ഈയൊരു പരിശീലനത്തിലൂടെ നിങ്ങളുടെ മനസ്സ് ഒരു കണ്ണാടി പോലെ തികച്ചും വൃത്തിയുള്ളതായി മാറിത്തീരും. ഏകാന്തതയെക്കുറിച്ച് പറയുമ്പോൾ നമ്മളിൽ പലരും ലോൺലിനെസ്, സോളിറ്റ്യൂഡ് എന്നീ രണ്ടവസ്ഥകളെ ഒരേപോലെ തെറ്റായി മനസ്സിലാക്കാറുണ്ട്. എന്നാൽ ഇവ രണ്ടും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ലോൺലിനെസ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കുറവുകൊണ്ട് നമ്മുടെ ഉള്ളിൽ അനുഭവപ്പെടുന്ന വല്ലാത്തൊരു സങ്കടമാണ്. അതൊരു തരം രോഗാവസ്ഥയാണ്. അവിടെ നമ്മൾ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിനായി യാചിക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് സോളിറ്റ്യൂഡ് എന്നാൽ നമ്മൾ നമ്മളോടൊപ്പം തന്നെ ആയിരിക്കുന്നതിൽ കണ്ടെത്തുന്ന പരമാനന്ദമാണ്. അതൊരു ഉന്നതമായ ആത്മീയാവസ്ഥയാണ്. അവിടെ നിങ്ങൾക്ക് മറ്റാരുടെയും തുണയോ സഹായമോ ഇല്ലാതെ തന്നെ പൂർണ്ണമായ സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. ഒരു മനുഷ്യന് ഈയൊരു സോളിറ്റ്യൂഡ് സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അയാൾ ഈ ലോകത്തിലെ ഏറ്റവും ശക്തനായ വ്യക്തിയായി മാറിത്തീരും. കാരണം അയാളെ മാനസികമായി തളർത്താൻ പിന്നീട് ഈ ഭൂമിയിൽ ആർക്കും കഴിയില്ല. അയാൾ സ്വന്തം സാന്നിധ്യത്തെ തന്നെ അത്രമേൽ പ്രണയിക്കാൻ തുടങ്ങും എന്നതാണ് അതിൻ്റെ രഹസ്യം. ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ജനനം മുതൽ മരണം വരെ നിങ്ങളോടൊപ്പം മാറ്റമില്ലാതെ തുടരുന്നത് നിങ്ങളല്ലാതെ മറ്റാരാണ്? നമ്മുടെ മാതാപിതാക്കൾ, ജീവിത പങ്കാളി, സുഹൃത്തുക്കൾ ഇവരെല്ലാം ജീവിതത്തിന്റെ ഏതോ ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മളിലേക്ക് വന്നു ചേർന്നവരാണ്. എപ്പോഴെങ്കിലും നമ്മെ വിട്ടുപിരിഞ്ഞു പോകേണ്ടവർ കൂടിയാണ്. എന്നാൽ നിങ്ങളുടെ ശ്വാസവും നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ആത്മാവും മാത്രമാണ് എപ്പോഴും എല്ലാ നിമിഷവും നിങ്ങളുടെ കൂടെയുള്ളത്. എന്നിട്ടും നമ്മൾ ഈ സ്വന്തം കൂട്ടുകാരനെ മാത്രം കാണാതെ പോകുന്നു, തികച്ചും അവഗണിക്കുന്നു. നമ്മൾ എപ്പോഴും മറ്റുള്ളവരുടെ കൂട്ടുകെട്ടിലായിരിക്കാൻ കൊതിക്കുകയും സ്വന്തം ഉള്ളിലേക്ക് നോക്കാൻ വല്ലാതെ ഭയപ്പെടുകയും ചെയ്യുന്നു. ഈയൊരു ഭയം പൂർണ്ണമായി മാറ്റിവെച്ച് നിങ്ങളിലേക്ക് തന്നെ മടങ്ങാൻ തയ്യാറാവുക. ദിവസവും കുറച്ച് സമയമെങ്കിലും നിങ്ങളോട് മാത്രം സംസാരിക്കാൻ മാറ്റിവെക്കുക. നിങ്ങളുടെ തെറ്റുകളെ സ്വയം തിരുത്തുക. നിങ്ങളുടെ ഉള്ളിലെ നന്മകളെ മനസ്സ് തുറന്ന് അഭിനന്ദിക്കുക. നിങ്ങളെ തന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഈ വലിയ ലോകത്ത് മറ്റാർക്കാണ് നിങ്ങളെ സ്നേഹിക്കാൻ സാധിക്കുക? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വരുത്തിവെക്കുന്ന ഏറ്റവും വലിയ തെറ്റ് എന്താണെന്നറിയാമോ? നമ്മൾ നമ്മുടെ സന്തോഷങ്ങളെ എപ്പോഴും ഭാവിക്കാലത്തേക്ക് മാറ്റിവെക്കുന്നു എന്നതാണ് അത്. എനിക്ക് ആഗ്രഹിച്ച ആ ജോലി കിട്ടുമ്പോൾ ഞാൻ സന്തോഷവാനാകും, അല്ലെങ്കിൽ ആ പ്രത്യേക വ്യക്തി എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഞാൻ സമാധാനത്തോടെ ഇരിക്കും എന്നൊക്കെയാണ് നമ്മൾ ചിന്തിച്ചു കൂട്ടുക. എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഭാവി എന്നത് വെറുമൊരു മിഥ്യ മാത്രമാണ്. അതൊരിക്കലും നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ വരാൻ പോകുന്നില്ല. കാരണം അത് നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ അത് വീണ്ടും ഈ നിമിഷം ആയി തന്നെയാണ് മാറുക. അതുകൊണ്ട് ഈ കടന്നുപോകുന്ന നിമിഷത്തിൽ സന്തോഷിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയില്ല. നിലവിൽ നിങ്ങളുടെ കൈകളിലുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും പൂർണ്ണമായി നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾ കഴിക്കുന്ന ആഹാരം, നിങ്ങൾ ശ്വസിക്കുന്ന വായു, നിങ്ങളുടെ ആരോഗ്യം, ഇതിനെല്ലാം മനസ്സ് തുറന്ന് നന്ദി പറയാൻ ശീലിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിറയുന്ന ഈയൊരു കൃതജ്ഞതാബോധം ജീവിതത്തിലേക്ക് കൂടുതൽ പോസിറ്റീവായ ഊർജത്തെയും വലിയ സന്തോഷങ്ങളെയും കാന്തം പോലെ ആകർഷിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ജീവിതത്തെ എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു നദിയോട് ഉപമിക്കാം. വഴിയിൽ എത്ര വലിയ പാറക്കൂട്ടങ്ങളോ തടസ്സങ്ങളോ ഉണ്ടായാലും ആ നദി ഒരിക്കലും തൻ്റെ ഒഴുക്ക് നിർത്താറില്ല. അത് ആ പ്രതിബന്ധങ്ങളെയൊക്കെയും വലം വെച്ച് പുതിയൊരു വഴി കണ്ടെത്തി മുന്നോട്ട് തന്നെ പ്രയാണം തുടരും. നമ്മുടെ ജീവിതവും ഇതേ രീതിയിൽ തന്നെ ആയിരിക്കണം. വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ അവിടെ തന്നെ തളർന്നു നിൽക്കാതെ മുന്നോട്ടുള്ള ഒഴുക്ക് തുടരുക. എന്നാൽ പലരും തങ്ങളുടെ ജീവിതത്തിലെ ചെറിയൊരു പരാജയത്തിലോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായൊരു നഷ്ടത്തിലോ തട്ടി അവിടെ തന്നെ ജീവിതം അവസാനിച്ചു എന്ന മട്ടിൽ ജീവച്ഛവമായി കഴിയാറുണ്ട്. എല്ലാം തീർന്നു എന്ന് അവർ തെറ്റായി കരുതും. എന്നാൽ യഥാർത്ഥത്തിൽ അതൊരു വഴിത്തിരിവ് മാത്രമാണ്, ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനമല്ല. പുതിയ വലിയ വഴികൾ നിങ്ങളെയും കാത്തു മുന്നിലുണ്ട്. ചെയ്യേണ്ടത് ഇത്രമാത്രം, ആ ഒഴുക്കിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി വിട്ടുകൊടുക്കുക. മഹാത്മാവായ ബുദ്ധൻ തന്റെ അവസാന നാളുകളിൽ പ്രിയ ശിഷ്യന്മാരോട് പറഞ്ഞ ആഴമേറിയ ഒരു വചനമുണ്ട്, അപ്പോ ദീപഭവ, നിനക്ക് നീ തന്നെ വെളിച്ചമാവുക എന്നാണ് ഇതിന്റെ പൊരുൾ. ഈ വലിയ ലോകത്തിൽ നിങ്ങളെ എപ്പോഴും കൈപിടിച്ചു വഴി നടത്താൻ മറ്റാരും കടന്നുവരില്ല. നിങ്ങളുടെ വിജയപാത നിങ്ങൾ തന്നെ വെട്ടിത്തെളിക്കേണ്ടതുണ്ട്. മറ്റുള്ളവർ നൽകുന്ന ഉപദേശങ്ങളും വഴികാട്ടലുകളും താൽക്കാലികമായ ചില സഹായങ്ങൾ മാത്രമാണ്. യഥാർത്ഥവും ശാശ്വതവുമായ മാറ്റം ഉണ്ടാകേണ്ടത് നിങ്ങളുടെ സ്വന്തം ഉള്ളിൽ നിന്നാണ്. നിങ്ങളുടെ ഉള്ളിലെ കറുത്ത ഇരുട്ടിനെ മാറ്റിമറിക്കാൻ മറ്റൊരു വ്യക്തിക്കും സാധിക്കില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ആത്മബോധത്തിന്റെ വിളക്ക് കൊളുത്തേണ്ടതുണ്ട്. ഈ ഒരു വലിയ തിരിച്ചറിവുള്ളിലുണ്ടാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കുന്നത് പൂർണ്ണമായി നിർത്തുകയും സ്വന്തം കാലിൽ ഉറച്ചു നിൽക്കാൻ പഠിക്കുകയും ചെയ്യും.
നമ്മൾ പലപ്പോഴും സ്വയം ചോദിക്കാറുള്ളൊരു കാര്യമുണ്ട്, പുറത്ത് ഇത്രയധികം പ്രശ്നങ്ങളും കോലാഹലങ്ങളും നടക്കുമ്പോൾ എങ്ങനെയാണ് ഉള്ളിൽ മാത്രം ഈ ഒരു ശാന്തത നിലനിർത്താൻ കഴിയുക എന്ന്. യഥാർത്ഥത്തിൽ സമാധാനം എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല, മറിച്ച് വലിയ പ്രതിസന്ധികളുടെ നടുവിലും നിങ്ങളുടെ മനസ്സ് പുലർത്തുന്ന തികഞ്ഞ ശാന്തതയാണ്. ഭയങ്കരമായൊരു കൊടുങ്കാറ്റിന്റെ മധ്യഭാഗം എപ്പോഴും തികച്ചും ശാന്തമായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാമോ? ചുറ്റും കാറ്റും മഴയും കലിതുള്ളി താണ്ഡവമാടുമ്പോഴും ആ കേന്ദ്രബിന്ദു ഒട്ടും അനങ്ങാതെ അചഞ്ചലമായി നിൽക്കും. നമ്മുടെ മനസ്സും ഇതേ അവസ്ഥ കൈവരിക്കണം. പുറത്ത് എന്ത് കോലാഹലങ്ങളും തകർച്ചകളും ഉണ്ടായാലും നിങ്ങളുടെ ആന്തരികമായ കേന്ദ്രം എപ്പോഴും തികഞ്ഞ പ്രശാന്തതയോടെ ഇരിക്കണം. ഈ ഒരു ഉന്നതമായ അവസ്ഥയെയാണ് ഭാരതീയ ചിന്തകളിൽ സ്ഥിതപ്രജ്ഞത എന്ന് വിശേഷിപ്പിക്കുന്നത്. അതായത് സുഖത്തിലും ദുഃഖത്തിലും ഒരുപോലെ ഒരേ മനസ്സോടെ നിലകൊള്ളാൻ കഴിയുന്ന അപൂർവമായ മാനസികാവസ്ഥ. ഈ ഒരു ഉന്നതമായ മാനസികാവസ്ഥ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലെ ആഗ്രഹങ്ങളെ കൃത്യമായി തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നതാണ്. മഹാത്മാവായ ബുദ്ധൻ അരുളി ചെയ്തതുപോലെ മനുഷ്യന്റെ എല്ലാവിധ ദുഃഖങ്ങൾക്കും അടിസ്ഥാന കാരണം അവന്റെ ആഗ്രഹങ്ങൾ തന്നെയാണ്. ഇവിടെ ആഗ്രഹം എന്ന് ഉദ്ദേശിക്കുന്നത് ജീവിക്കാനുള്ള സ്വാഭാവികമായ ആഗ്രഹത്തെയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ ജനിക്കുന്ന അന്ധമായ തൃഷ്ണകളെയും മോഹങ്ങളെയുമാണ്. എനിക്കത് വേണം, ഇത് വേണം, അവൻ എന്നേക്കാൾ ഒട്ടും വളരരുത് എന്നൊക്കെയുള്ള സ്വാർത്ഥ ചിന്തകളാണ് മനുഷ്യനെ സാവധാനം നശിപ്പിച്ചു കളയുന്നത്. ഇത്തരം ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും ഒരു അവസാനമുണ്ടാകില്ല. ഒരു ആഗ്രഹം സാധിച്ചു കഴിയുമ്പോൾ മനസ്സ് ഉടനടി അടുത്തതിലേക്ക് വെമ്പൽ കൊള്ളും. അതൊരിക്കലും അടങ്ങാത്ത ഒരു വലിയ ദാഹമാണ്. ഈ ഒരു ദാഹത്തെ നിയന്ത്രിക്കാൻ നമ്മൾ പാകപ്പെടേണ്ടതുണ്ട്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന വലിയ ഗുണം നമ്മൾ ജീവിതത്തിൽ സ്വായത്തമാക്കണം. ഇതിനർത്ഥം നിങ്ങൾ അധ്വാനിക്കുന്നത് നിർത്തണം എന്നല്ല, മറിച്ച് അതിന്റെ ഫലത്തെക്കുറിച്ച് അനാവശ്യമായി ആകുലപ്പെടാതെ സ്വന്തം കർമ്മങ്ങൾ പൂർണ്ണ മനസ്സോടെ ചെയ്യുക എന്നാണ്. ജീവിതയാത്രയിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ചില മനുഷ്യർ നമ്മളോട് കാണിച്ചത് കടുത്ത അനീതിയും ക്രൂരതയുമാണെന്ന്. എന്നാൽ ഈ പ്രകൃതിക്ക് അതിൻ്റെതായ ഒരു വലിയ നിയമമുണ്ട്, അതാണ് കർമ്മഫലം. നമ്മൾ എന്ത് വിതയ്ക്കുന്നുവോ അതുതന്നെയായിരിക്കും ഒടുവിൽ കൊയ്യേണ്ടി വരിക. നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മയാണ് ചെയ്യുന്നതെങ്കിൽ അത് പല മടങ്ങായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ വരും. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരാളെ മനഃപൂർവ്വം വേദനിപ്പിച്ചാൽ അതിന്റെ കൈപേറിയ ഫലം എന്നെങ്കിലും നിങ്ങളും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ വഞ്ചിക്കുകയോ ചതിക്കുകയോ ചെയ്താൽ അവരോട് പകരം വീട്ടാൻ ഒരിക്കലും ഇറങ്ങിപ്പുറപ്പെടരുത്. പ്രതികാരം ചെയ്യാനുള്ള നിങ്ങളുടെ ശ്രമം യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട ഊർജത്തെയും സമയത്തെയുമാണ് ഇല്ലാതാക്കുന്നത്. പ്രകൃതിക്ക് അതിൻ്റെതായ രീതിയിൽ നീതി നടപ്പാക്കാനുള്ള കൃത്യമായ വഴികളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ നേർവഴിക്ക് മുന്നോട്ട് പോവുക, ബാക്കിയുള്ളതെല്ലാം പ്രകൃതി നോക്കിക്കൊള്ളും. നമ്മുടെ ഈ ദൃശ്യാവിഷ്കാരത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മളിപ്പോൾ കടക്കുകയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ച ആഴമേറിയ കാര്യങ്ങൾ വെറുമൊരു അറിവായി മാത്രം നിങ്ങളുടെ മനസ്സിൽ അവശേഷിക്കരുത്. അത് നിങ്ങളുടെ നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറിത്തീരണം. നാളെ രാവിലെ നിങ്ങൾ ഉറക്കമുണരുമ്പോൾ തികച്ചും ഒരു പുതിയ മനുഷ്യനായി വേണം ഉണരാൻ. ഉള്ളിൽ യാതൊരുവിധ സങ്കടങ്ങളുടെയോ ആകുലതകളുടെയോ ഭാരമില്ലാത്ത ലോകത്തെ പുതിയൊരു കാഴ്ചപ്പാടോടെ നോക്കിക്കാണുന്ന ഒരു പുതിയ മനുഷ്യനായി. ഈ യാത്രയുടെ അവസാന നിമിഷങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ചിന്താധാരയെ മനോഹരമായി ഉപസംഹരിക്കേണ്ടത് എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനടി വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുമാണ് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ആഴത്തിലുള്ള ആ ശാന്തതയിലേക്ക് പൂർണ്ണമായി തുറന്നുവിടുക. ഈ നിമിഷത്തിൽ നിങ്ങളുടെ മനസ്സ് ഒരൽപ്പം പ്രശാന്തത കൈവരിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഉള്ളിൽ നിരന്തരം പാഞ്ഞു നടന്നിരുന്ന ചിന്തകളുടെ വേഗത ഒട്ടൊന്നു കുറഞ്ഞിട്ടുണ്ടാകാം. ഈയൊരു അപൂർവ നിമിഷത്തെ അതിന്റെ പൂർണ്ണതയിൽ ഹൃദയമറിഞ്ഞ് അനുഭവിച്ചറിയൂ. കാരണം ഈ ശാന്തതയും സമാധാനവും ആനന്ദവുമാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം. ബാക്കിയുള്ള അസ്വസ്ഥതകളെല്ലാം പുറത്തുനിന്ന് വന്നു ചേർന്ന താൽക്കാലിക അഴുക്കുകൾ മാത്രമാണ്. കനത്ത കാറ്റൊടുങ്ങുമ്പോൾ കുളത്തിലെ വെള്ളം തികച്ചും നിശ്ചലമാകുന്നത് പോലെ അനാവശ്യമായ ചിന്തകൾ അടങ്ങുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ യഥാർത്ഥ സൗന്ദര്യം തനിയെ പുറത്തുവരും. ഇനി നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എപ്പോഴും കാത്തുസൂക്ഷിക്കേണ്ട 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാം. ഒന്നാമതായി, ഈ ലോകത്തിലെ ഒന്നിനോടും അമിതമായി ഒട്ടിനിൽക്കാൻ ശ്രമിക്കരുത്. നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് വരട്ടെ, കടന്നുപോകുന്നത് പോകട്ടെ എന്ന വിശാലമായൊരു മനോഭാവം ഉള്ളിൽ വളർത്തിയെടുക്കുക. രണ്ടാമതായി, ഓരോ ദിവസവും ചെറിയൊരു സമയം തികഞ്ഞ മൗനത്തിനായി മാത്രം മാറ്റിവെക്കുക. ആ സമയത്ത് ഫോണോ മറ്റ് ചിന്താക്കുഴപ്പങ്ങളോ ഇല്ലാതെ സ്വന്തം ശ്വാസഗതിയെ മാത്രം സസൂക്ഷ്മം ശ്രദ്ധിക്കുക. മൂന്നാമതായി, നിങ്ങളെ ഏതൊക്കെ മനുഷ്യർ വേദനിപ്പിച്ചിട്ടുണ്ടോ അവരോടെല്ലാം മനസ്സുകൊണ്ട് പൂർണ്ണമായി ക്ഷമിക്കുക. അത് അവർക്ക് വേണ്ടിയല്ല, നിങ്ങളുടെ സ്വന്തം ആത്മശാന്തിക്ക് വേണ്ടി മാത്രമാണ്. മഹാത്മാവായ ബുദ്ധൻ തന്റെ പ്രിയ ശിഷ്യന്മാരോട് യാത്ര പറയുന്നതിന് തൊട്ടുമുൻപ് അരുളി ചെയ്ത ഒരു മനോഹരമായ ഉപമയുണ്ട്. ഭയമേറിയൊരു വഞ്ചിക്ക് ഒരിക്കലും നദി എളുപ്പത്തിൽ കടക്കാൻ കഴിയില്ല. അതിൽ അനാവശ്യമായ സാധനങ്ങൾ കുത്തിനിറച്ചിട്ടുണ്ടെങ്കിൽ അത് നടുക്കടലിൽ മുങ്ങിപ്പോയേക്കാം. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിന്റെ അവസ്ഥയും. കഴിഞ്ഞുപോയ ഭൂതകാലത്തിന്റെ സങ്കടങ്ങളും വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും എന്ന വലിയ ഭാരവും ചുമന്നുകൊണ്ട് നിങ്ങൾക്ക് ഈ ജീവിത നദി സുരക്ഷിതമായി കടക്കാനാകില്ല. അതുകൊണ്ട് ആ അനാവശ്യ ഭാരങ്ങളെല്ലാം ഈ തീരത്ത് തന്നെ ഇറക്കിവെക്കുക.
മനസ്സിനെ തികച്ചും ലഘുവാക്കി മാറ്റുക. അപ്പോൾ നിങ്ങളുടെ യാത്ര അത്രമേൽ സുഗമമാകും. എത്ര ലളിതവും എന്നാൽ എത്രമാത്രം ആഴമേറിയതുമായ ഒരു സത്യമാണിത്. നമ്മൾ നമ്മുടെ തലയിൽ എപ്പോഴും ചുമന്നുകൊണ്ട് നടക്കുന്ന ഭാരങ്ങളിൽ ഭൂരിഭാഗവും നമ്മുടെ സ്വന്തം ഭാവനകൾ സൃഷ്ടിച്ചെടുക്കുന്നവ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവ എവിടെയും നിലനിൽക്കുന്നതേയില്ല. നമ്മുടെ ഈ സന്ദേശം കേട്ടുകഴിയുമ്പോൾ ദയവായി പെട്ടെന്ന് തന്നെ അടുത്തൊരു ദൃശ്യത്തിലേക്ക് മാറിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കയ്യിലിരിക്കുന്ന ഫോൺ അല്പസമയത്തേക്ക് ദൂരേക്ക് മാറ്റിവെക്കുക. നിങ്ങളുടെ കണ്ണുകൾ പതുക്കെ പൂട്ടി സ്വന്തം ഉള്ളിലേക്ക് മാത്രം നോക്കുക. ഈ നിമിഷത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ആ സുന്ദരമായ നിശബ്ദതയെ നിങ്ങളുടെ ആത്മാവിലേക്കാവോളം പടരാൻ അനുവദിക്കുക. നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. ഈ പ്രകൃതി മുഴുവൻ എല്ലാ നിമിഷവും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ ഈ അനന്തമായ പ്രപഞ്ചത്തിന്റെ അതിപ്രധാനമായൊരു ഭാഗമാണ്. നിങ്ങളുടെ മനസ്സ് സ്വയം കീഴടങ്ങാൻ അനുവദിക്കാത്തിടത്തോളം കാലം ഈ ഭൂമിയിലുള്ള ഒന്നിനും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കറുത്ത രാത്രികൾക്കും ശേഷം തീർച്ചയായും മനോഹരമായൊരു പുലരി പിറക്കുക തന്നെ ചെയ്യും. അതൊട്ടും ദൂരെയല്ല. ഈ ഒരു സുന്ദരമായ യാത്രയിൽ എന്നോടൊപ്പം പങ്കുചേർന്നതിന് നിങ്ങളുടെ ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ പ്രകാശിക്കുന്ന ആ ശാന്തമായ ആത്മവെളിച്ചത്തെ ഞാൻ ആദരവോടെ വണങ്ങുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം പൂർണ്ണമായ സമാധാനവും അളവറ്റ സന്തോഷവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ മനസ്സ് നിറഞ്ഞ് ആശംസിക്കുകയാണ്. എപ്പോഴും ഓർക്കുക, നിങ്ങൾ ശക്തനാണ്, നിങ്ങൾ ജ്ഞാനിയാണ്, നിങ്ങൾ പ്രശാന്തനാണ്. നിങ്ങളുടെ ഉള്ളിലെ ഈ ആന്തരിക സമാധാനം എന്നും എല്ലാ കാലവും നിങ്ങളുടെ കൂടെയുണ്ടാകട്ടെ. വീണ്ടും മനോഹരമായ മറ്റൊരു ചിന്തയുമായി പുതിയൊരു യാത്രയിൽ നമുക്കുടൻ തന്നെ കണ്ടുമുട്ടാം. അതുവരെ മനസ്സ് ശാന്തമാക്കി വയ്ക്കുക. എപ്പോഴും ആനന്ദത്തോടെ ഇരിക്കുക.